പ്രിയപ്പെട്ട അമൃത ടി വി പ്രേക്ഷകരെ, ന്യായവിധിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടെലിവിഷൻ്റെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. ഇന്നലെ ചാനലിൽ വാർത്ത കണ്ടവർക്കും ഇന്ന് രാവിലെ പത്രം വായിച്ചവർക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ സാങ്ഷൻ. എന്താണ് ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംവദിക്കുന്നത്. ഹൈക്കോടതി പൊട്ടിത്തെറിച്ചു. ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകാത്ത സർക്കാർ എന്ത് സർക്കാരാണ്? ഇത് അഴിമതി സർക്കാരാണോ? ഇടതുപക്ഷ സർക്കാർ അഴിമതി കാണിക്കുന്നു? ഇതൊക്കെയാണ് ഹൈക്കോടതി ഇന്നലെ ചോദിച്ചത്. അപ്പോൾ എന്താണ് ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ? അല്ലെങ്കിൽ എന്താണ് കോടതിയെ ചൊടിപ്പിച്ച കാര്യം? ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പഴയ കഥയാണ് കേട്ടോ. ഇപ്പോഴെങ്ങുമല്ല, 2005 മുതൽ 2016 വരെ കശുവണ്ടി വികസന കോർപ്പറേഷനിലിരുന്ന, അല്ലെങ്കിൽ കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ കോടികളുടെ അഴിമതി കാണിച്ചു എന്ന ഒരു ആരോപണം ആർക്കെതിരെയാണ്? ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിക്കാരനെതിരെ അല്ല, INTUC നേതാവിനെതിരെയാണ് ആരോപണം. തുടർന്ന് വിഷയം വലുതായി CBI കേസ് ഏറ്റെടുത്തു. CBI അന്വേഷണം ആരംഭിച്ചു. CBIക്ക് എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയെന്നാണ് CBI പറയുന്നത്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയമത്തിൽ പ്രത്യേക ഒരു പ്രിവിലേജ് ഉണ്ട്. ക്രിമിനൽ നടപടിച്ചട്ടമായിരുന്നപ്പോൾ 197 വകുപ്പ്, ഇപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ നിയമം അനുസരിച്ചും ഈ സർക്കാർ ജോലി നിർവഹിക്കുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കേസുണ്ടായാൽ, അതിൻ്റെ ഭാഗമായ പ്രവർത്തനം കുറ്റകരമാണെന്ന് കണ്ടാൽ, അതിനൊരു അന്വേഷണം ഉണ്ടായാൽ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. ഇതേ സർക്കാർ തന്നെ അനുവദിക്കണം. എങ്കിൽ മാത്രമേ അത് CBI ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും പോലീസാണെങ്കിലും അന്വേഷണ ഏജൻസിക്ക് തൊടാൻ പറ്റൂ. അല്ലാണ്ടും അന്വേഷിക്കാം. പക്ഷേ അന്വേഷിച്ച് കേസ് കോടതിയിലെത്തുമ്പോൾ കേസ് കോടതിയിൽ ശിക്ഷിക്കപ്പെടില്ല. കുറ്റം തെളിഞ്ഞാൽ പോലും കോടതിയിൽ കേസ് ശിക്ഷിക്കപ്പെടില്ല. കാരണം ആ ന്യായാധിപന് ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്ന ചട്ടം പാലിക്കാതെ വന്ന ഒരു തെളിവ് സ്വീകരിച്ച് ഒരാളെയും ശിക്ഷിക്കാനാവില്ല. ഇതാണ് കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഈ അന്വേഷണ ഏജൻസി സമീപിക്കും. ഇദ്ദേഹം ഇത്ര കുറ്റം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു അനുമതി നൽകിയാൽ, പ്രോസിക്യൂഷന് അനുമതി നൽകിയാൽ ചട്ടപ്രകാരം ഞങ്ങൾക്ക് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകാം. പക്ഷേ സർക്കാർ കൊടുക്കൂല. ആദ്യ തവണ CBI സർക്കാരിനെ, അത് ഇടതുപക്ഷ സർക്കാരിനെ സമീപിച്ചു, കൊടുത്തില്ല. ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 197 വകുപ്പിന് തത്തുല്യമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 218 വകുപ്പ് അനുസരിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്ന അന്വേഷണ ഏജൻസിയുടെ അപേക്ഷ 120 ദിവസത്തിൽ കൂടുതൽ മറുപടി നൽകാതെ കയ്യിൽ വച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ അനുമതി ലഭിച്ചതായി കണക്കാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാം. അപ്പോൾ CBI എന്ത് ചെയ്തു? 2016 അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം 2020 സർക്കാരിനൊരു അപേക്ഷ കൊടുത്തു. പ്രോസിക്യൂഷൻ അനുമതി ഒന്ന് അനുവദിക്കൂ, തെളിവുണ്ട്, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്, തുടർ നടപടികൾ സ്വീകരിക്കട്ടെ. എന്നാൽ സർക്കാർ അനുമതി നൽകിയില്ല. അതിനുശേഷം 2025 മാർച്ചിൽ CBI വീണ്ടും സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. അനുമതി ലഭിച്ചില്ല. ആ അപേക്ഷയും നിരസിച്ചു. ഈ അപേക്ഷ നിരസിക്കുന്നതിൻ്റെ കാരണം, നിരസിച്ചില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് കേട്ടോ. തുടർന്ന് 2025 ഒക്ടോബറിൽ വീണ്ടും സമീപിച്ചു പ്രോസിക്യൂഷൻ അനുമതിക്കായി. ആ അപേക്ഷയും സംസ്ഥാന സർക്കാർ നിരസിച്ചു. അതിനുശേഷമാണ് CBI ഇക്കാര്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇത് കണ്ട് ഞെട്ടിപ്പോയി. കാര്യം, ഒരു എതിർഭാഗത്തുള്ള രാഷ്ട്രീയ നേതാവിനെ ഇത്രയധികം അഴിമതി നടന്നു എന്ന് ആരോപിക്കപ്പെടുമ്പോൾ ആ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുവാൻ സർക്കാർ എന്താണ് വൈകുന്നത്? അല്ലെങ്കിൽ സർക്കാർ എന്തുകൊണ്ട് ഇത് നിരസിക്കുന്നു? ഇതാണ് ഹൈക്കോടതി ന്യായാധിപൻ പൊട്ടിത്തെറിക്കാൻ, അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിക്കുവാൻ കാരണമായത്. ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ ഇടതുപക്ഷ സർക്കാർ സംരക്ഷിക്കുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. അഴിമതിക്ക് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണോ? കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം അറിയാവുന്ന ഏതൊരാൾക്കും, ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ്റെ മൂല്യം അറിയാവുന്ന ഏതൊരാൾക്കും സർക്കാർ ഈ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് അത്ഭുതം കൂറിപ്പോകും. അത് അഴിമതിക്ക് കൂട്ടുനിൽക്കലല്ലേ എന്ന് ചോദിച്ചു പോകും. ഈ കാര്യമാണ് ഹൈക്കോടതിയിലുണ്ടായത്. അപ്പോൾ ഇതിലൂടെ പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യഥാർത്ഥത്തിൽ ഇത്
സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപക്ഷെ ചിലർക്ക് വൈരാഗ്യം കൊണ്ട് ആവശ്യമില്ലാത്ത കേസുകൾ കൊടുത്തേക്കാം. പലതരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ആ ഒരു കാരണം കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ, അങ്ങനെയാണല്ലോ കരുതപ്പെടുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ സേവകരാണെന്നാണല്ലോ. അങ്ങനെ ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അനാവശ്യമായി ഇവരെ കേസിൽ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുക ആണെങ്കിൽ അതിൽ നിന്നും ഇവരെ രക്ഷിക്കുവാൻ വേണ്ടിയും അത് ഗവൺമെൻറ് അറിയണം എന്നുള്ളതിന് വേണ്ടിയാണ് ഇത്തരമൊരു വകുപ്പ് നിയമത്തിൽ ചേർത്തിട്ടുള്ളത്. സംഭവിക്കുന്നത് എന്താണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയും ചോദിക്കുന്നത്. പുതിയൊരു നിയമബോധവൽക്കരണ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.